ഫിനാലയിൽ നമ്മൾ കൊടുത്ത റൗണ്ടിൽ ഒന്ന് അവരുടെ സിഗ്നേച്ചർ റൗണ്ട് ആയിരുന്നു കൊടുത്തത്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. അവർ കാഴ്ചവെച്ചത് സ്കിറ്റ് ആയിരുന്നു. അത് തന്നെയാണ് അവരുടെ സ്ട്രോങ് ഇതും. പക്ഷെ അന്നത്തെ ദിവസം അവർ ചെയ്ത പെർഫോമൻസ് ബിലോ ആവറേജ് ആയിരുന്നു. ഒരു വരി വൃത്തികേട് കാണിക്കരുത്. ഇതെന്താ പ്രാന്തമാരുടെ വീടാ? അതായത് കേട്ടും അടുത്ത കോമഡിയും ടൈമിംഗ് തെറ്റിപ്പോവാ, മറന്നു പോവാ, ബ്ലബ്ലബ അടിക്കുക, ഇതൊക്കെ അവർ സ്റ്റേജിൽ സംഭവിച്ചു. അത് മനുഷ്യ സഹജമാണ്. ഈ പ്രശ്നം വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ കാണുന്നതെന്ന് മിസ്റ്റർ ആനന്ദക്കുട്ടൻ യു ഷുഡ് നോ. ഇപ്രാവശ്യം അവർ പാളിപ്പോയി, അവർ ലാഗ് അടിച്ചു, അവര് തെറ്റി, അങ്ങനെ സംഭവിച്ചു പോയി. നീയാണല്ലോ കോടതി. റൂൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഡാൻസ് അല്ല നമ്മൾ നോക്കുന്നത്, മൊത്തത്തിലുള്ള ഗ്രൂപ്പ് പെർഫോമൻസ്. പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ സമനില തെറ്റി. ഗ്രൂപ്പിന്റെ കൂടെ കളിക്കുമ്പോഴും ആ ഗ്രൂപ്പിന്റെ ഒരു എനർജിയുടെ കൂടെ ഇവർക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഗ്രൂപ്പിന്റെ ടൈമിങ്ങിന്റെ കൂടെ ഇവർക്ക് തെറ്റ് പറ്റുന്നു. പക്ഷെ മൊത്തത്തിൽ അവരുടെ ഒരു ഓവറോൾ പെർഫോമൻസ് അന്ന് വീക്ക് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഞാൻ അവർ ആ സ്റ്റേജിൽ അവർ സപ്പോർട്ട് ചെയ്ത് പറയാത്തതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5ാമത്തെ സ്ഥാനമാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് വാക്കൗട്ട് ചെയ്ത് പോകുന്നത്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല.